ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമുക്ക് അയോധ്യാകാന്ഡം കഴിഞ്ഞ് ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സന്ദർഭം, അവിടെ അത്രി മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി നീ ദണ്ഡകാരണ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പം അത്രയും കൊടും കാടിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ഉപദേശങ്ങളും, അവിടെ നിന്നും അത്രി മഹർഷി അനസൂയ മാതാവിനെ പരിചയപ്പെടുത്തിയതും, തപസ്സിൻ്റെ ആ ഗുണങ്ങളെ പരിചയപ്പെടുത്തിയതും, ആ മാതാവ് സീതാമാതാവിനെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും അനുഗ്രഹിക്കുന്നതും, അത് മാത്രമല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ വനവാസ സമയത്ത് മരവുരി ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സന്യാസ കാഷായ വസ്ത്രത്തോടുകൂടിയാണ് ഇവരെല്ലാം ഇറങ്ങിയത്. സീതയെ പോലും കൈകേയി അങ്ങനെ ധരിപ്പിച്ചു കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഒരു ചോദ്യം വരുന്നത് അടുത്ത ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുക, എവിടെ നിന്നാണ് സീതയുടെ കഴുത്തിൽ നിന്നും കാലിൽ നിന്നും പാദസ്വരങ്ങളൊക്കെ അഴിച്ച് താഴെ ഇടുന്നത് അവിടെ വാനരന്മാർക്ക് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ അനസൂയ മാതാവ് തൻ്റെ തപോബലം കൊണ്ട് തനിക്ക് കിട്ടിയ ആഭരണങ്ങളെല്ലാം, ആ ആഭരണങ്ങളെല്ലാം സീതാമാതാവിന് നൽകുന്നു. പരിവൃതയായ സീതാമാതാവിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അതിനുശേഷം സീതയോട് പറയാണ്, അല്ലയോ സീതേ, നീ അതെല്ലാം ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വരൂ, എനിക്ക് കണ്ണു നിറയെ കാണുവാൻ സാധിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അമ്മയുടെ മാതൃവാത്സല്യം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ചില സമയത്തൊക്കെ നമ്മൾ പല വീടുകളിലേക്ക് പോകുന്ന സമയത്ത് ബന്ധുജനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ, അവർ ചിലപ്പോൾ നമുക്ക് വസ്ത്രങ്ങൾ എടുത്തു തരും അല്ലേ? ആ വസ്ത്രങ്ങൾ കൊള്ളുന്നതാണോ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൻ്റെ അളവനുസരിച്ചല്ല ചിലപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ടാവുക. അവർക്ക് താല്പര്യം തോന്നി, ആ കളർ ഇഷ്ടം തോന്നി, ചിലപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ മുന്നിൽ നിന്ന് തന്നെ ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കും പല അനുഭവങ്ങൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. കാരണം നിത്യജീവിതത്തിൽ ജിബ്ബ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് അത് നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അവരുടെ മുന്നിൽ നമ്മൾ അത് ഇട്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈറ്റുകളൊക്കെ ഉണ്ടാവാം. അവരെടുത്ത സൈസ് ചിലപ്പോൾ നമ്മുടെ സൈസുമായിട്ട് താരതമ്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ എങ്കിലും അത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അവരുടെ സന്തോഷത്തെ നമുക്ക് കണ്ണുകളിലൂടെയും അവരുടെ അനുഗ്രഹത്തിലൂടെയും അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ പേരക്കുട്ടികളെയൊക്കെ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതേപോലെ അനസൂയ മാതാവ് കൃത്യമായി ആഭരണങ്ങൾ ചാർത്തി അത് അലങ്കരിച്ച് സീതാദേവിയെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. അവിടെ നിന്ന് തന്നെ കൈകളിലും കാലുകളിലും അതുപോലെ തന്നെ കഴുത്തിലുമെല്ലാം ആഭരണങ്ങൾ അണിയിച്ചു എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ പേരക്കുട്ടികളൊക്കെ ആ മുത്തശ്ശിമാരുടെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് ഈ പുതിയ വസ്ത്രമെടുത്ത് അവരുടെ മുന്നിൽ ഞാനിതാ വസ്ത്രമിട്ട് കാണിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹവാത്സല്യങ്ങൾ ഒന്ന് നുകരുവാൻ ഈ ഒരു സന്ദർഭം നമുക്ക് പ്രധാനമാവട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് ആരണ്യകാന്ഡത്തിലേക്ക് പോകുന്ന സമയത്ത്, കാട്ടിലേക്ക് പോകുന്ന സമയത്ത്, ഘോരവനത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അത്രി മഹർഷി പറയുന്നത് പോലെ കടിച്ചു തിന്നുന്ന രാക്ഷസന്മാർ നമുക്കുണ്ട്. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ ഒരുപാട് നമുക്ക് ഉപദ്രവകാരികളായിട്ട് വരും. ഒട്ടനവധി കൂർത്ത ദംഷ്ടങ്ങളോടുകൂടി വരുന്ന ആൾക്കാരുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ്, അവിടെ നിന്നും മുന്നോട്ട് പോകുന്ന സമയത്താണ് വിരാതൻ എന്ന് പറയുന്ന രാക്ഷസനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിരാതൻ എന്ന് പറയുന്ന രാക്ഷസനെ നമുക്ക് കാണുമ്പോൾ അവിടെ ഒരു ഗുഹ എങ്ങനെയാണോ ഇരിക്കുന്നത്, വലിയൊരു ഗുഹയെ നമുക്ക് താരതമ്യപ്പെടുത്തുന്നുള്ള ആ താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഗുഹയുടെ മുന്നിൽ രണ്ട് ദംഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ
ആ ഗുഹയുടെ വായ് പിളർന്നിരിക്കുന്നതായിട്ടും ആ ഗുഹയുടെ മുന്നിൽ ദംഷ്ടങ്ങൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ദംഷ്ടങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ആ ദംഷ്ടങ്ങളെ എന്താക്കി പോകാൻ പറ്റും? ആ ദംഷ്ടങ്ങൾ എങ്ങനെയാണോ മനുഷ്യഭോജികളായി മാറുന്നത്, മനുഷ്യ മൃഗങ്ങളെയെല്ലാം തിന്നുകൂട്ടുന്നത്, അതുപോലെയുള്ള വായയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ അദ്ദേഹം പിടിച്ചിരിക്കുന്ന ശൂലത്തിൽ ഒട്ടനവധി വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ, അതുപോലെ കാട്ടിലെ രാക്ഷസന്മാരെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ എല്ലാം ആ ശൂലത്തിൽ കുത്തിയിട്ട് തനിക്ക് ഭക്ഷിക്കാനുള്ള പച്ചമാംസത്തെ കടിച്ചു പിടിച്ചുകൊണ്ടെല്ലാം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ? ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാർ വളരെ സ്നേഹത്തോടു കൂടി വരും. ചിലപ്പോൾ പിന്നീട് രാക്ഷസീയ ഭാവങ്ങൾ നമുക്ക് കാണുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ? ഒന്നും വേണ്ട, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ട് ആ പലിശക്കാര് സ്നേഹത്തോടുകൂടി എല്ലാവരുടെയും ഒപ്പുവയ്ക്കും. അവസാനം 1-2 മാസം പലിശ കിട്ടാതിരുന്നാൽ അവരുടെ മൂർത്ത വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. വീട്ടിൽ വന്ന് ബന്ധുജനങ്ങളുണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റു ചെറിയ കുട്ടികളുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അവർ വാക്കുകൾ കൊണ്ട് നമ്മളെ മോശമാക്കിയെടുക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തലകുനിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മൾ എന്തായി പോകുന്നു? മാനസികമായി തളർന്നു പോകുന്നു. അടയ്ക്കാനില്ലാത്ത പൈസ എവിടുന്നെങ്കിലൊക്കെ പിന്നീട് കടം വാങ്ങി അവിടെ നമുക്ക് ജീവിതം തന്നെ നഷ്ടബോധത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വിരാതനെ പോലുള്ള രാക്ഷസന്മാർ വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ വരണമെന്നുള്ളതാണ്. ആ വിരാതൻ രാമലക്ഷ്മണന്മാരെ, സീതയെ കാണുന്ന സമയത്ത് അവരോട് പറയാണ്, അല്ലയോ നിങ്ങൾ 2 പേരും ഓടിപ്പോയിക്കോളൂ, ഞാൻ ഈ സീതയെ ഭുജിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയും അധികം ശക്തിമാനായ രാക്ഷസൻ വന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് യാതൊരു പരിഭ്രമവും കൂടാതെ രാമലക്ഷ്മണന്മാർ സീതാ സംരക്ഷണത്തിന് തയ്യാറാവും. അപ്പം ആരണ്യകാണ്ഡത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ലക്ഷ്മണനോട്, ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം, സീത മധ്യഭാഗത്തും ഞാൻ സീതയുടെ പുറകിലും എന്ന്. എന്നിട്ട് പറയും, അസ്ത്രങ്ങൾ എടുത്ത് വില്ല് കൊലച്ച് റെഡിയായിരിക്കാൻ. ഏത് സമയത്തും ഘോരജീവികൾ നമ്മുടെ മുന്നിൽ വരും, അതിനെ വധിക്കാൻ തക്ക രീതിയിലുള്ള അസ്ത്രങ്ങൾ സജ്ജീകരിച്ച് വളരെയധികം ഏകാഗ്രമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്ത് പോകുന്ന സമയത്തും ഏകാഗ്രമായ ബുദ്ധിയും ഏകാഗ്രമായ വീക്ഷണവും നമുക്കുണ്ടാവണം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാക്ഷസൻ അടുത്തെത്തി ഗർജിച്ച് ഉടനെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും, അതായത് നമ്മളൊക്കെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ ആരുണ്ട് എന്ന് പോലും നോക്കില്ല, അവരെ വിട്ട് ഓടാൻ തയ്യാറാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഗർജിച്ചു പോയാൽ ഇവർ 2 പേരും ഓടിപ്പോകും. അങ്ങനെ സീതയെ നമുക്ക് കരസ്ഥമാക്കാമെന്ന് വിചാരിച്ച് ആ വിരാതൻ വരുന്നത് കാണാൻ സാധിക്കും. അവിടെ ശ്രീരാമൻ പറയുന്നു, കാമം കൊണ്ടും ക്രോധം കൊണ്ടും നമുക്ക് ഇവനെ അവൻ്റെ ഘോരമായ ശബ്ദത്തെയും പേടിക്കാതെ നമുക്ക് വധിക്കാൻ സാധിക്കണമെന്ന് പറയുന്നുണ്ട്. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത. അവൻ എന്തിനാണ് വരുന്നത്? ജ്ഞാനരത്നത്തെ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശമാണ്, നമ്മുടെ അറിവിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും അല്ലേ? നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മറ്റു രാക്ഷസന്മാർ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠതി തസ്കര. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ട
കള്ളന്മാർ, തസ്കരന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ജാഗ്രതയോടുകൂടി, തസ്മാത് ജാഗ്രത ജാഗ്രത. അപ്പം അങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുത്ത് നീ ആ രാക്ഷസനെ വധിക്കണം. അട്ടഹസിച്ച് വരുന്ന ആ രാക്ഷസനെ വധിക്കുവാൻ രണ്ടുപേരും തയ്യാറായി. അങ്ങനെ വാളൂരിക്കൊണ്ട് അദ്ദേഹത്തെ വധിക്കുന്നു രാമലക്ഷ്മണന്മാർ. ഇവിടെയും നമുക്ക് ആ സമയത്ത് വിരാതൻ എന്ന് പറയുന്ന വ്യക്തി സുന്ദര രൂപം കൊണ്ടുവന്നു എന്നാണ്. സുന്ദര രൂപം കൊണ്ടുവരാൻ കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിദ്യാധരൻ എന്നാണ്. ആ വിദ്യാധരൻ എന്ന വ്യക്തി രാക്ഷസനാവാനുള്ള കാരണം ദുർവാസാവിൽ നിന്നാണ് അദ്ദേഹത്തിന് ശാപം കിട്ടിയത്. അപ്പോൾ ശാപമോക്ഷത്തിനായി രാമലക്ഷ്മണന്മാർ വരുന്നതും പറഞ്ഞു കൊടുക്കും അല്ലേ? എല്ലാ ഋഷീശ്വരന്മാരും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നോക്കുക, ശാപം ചെയ്തിട്ട് പോവുക എന്ന് മാത്രമല്ല, ശാപമോക്ഷത്തിനുള്ള പരിഹാര മാർഗം കൂടി ഉപദേശത്തിലാണ് പോകുന്നത് അല്ലേ? ഇന്ന് നമ്മൾ നോക്കിക്കോളൂ, നമ്മളെല്ലാം പരിഹാര മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ജ്യോതിഷന്മാരുടെ മുന്നിൽ ചെന്ന് ആ ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നതെല്ലാം അതേപടി നമുക്ക് പരിഹാര ക്രിയകൾ ചെയ്ത് ആ പരിഹാര മാർഗത്തിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ നേരായ മാർഗത്തിലേക്ക് നമ്മൾ എത്താൻ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ കാമവും ക്രോധവും കൊണ്ട് വഴിതെറ്റിപ്പോകാം. ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൈവിട്ടു പോകാം. ഇവിടെ ജ്ഞാനസമ്പാദ്യത്തിനുള്ള രത്നമാണ്, അല്ലെങ്കിൽ സീത എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മവിദ്യയാണെന്ന് എല്ലാം ആചാര്യ ഭാഷ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഗുരുക്കന്മാർ പറയുന്നത് സീത എന്നുള്ളത് ബ്രഹ്മവിദ്യയാണ്. ആ ബ്രഹ്മവിദ്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് കാണുവാൻ സാധിക്കണം. അങ്ങനെ വിരാതനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മികച്ച കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണം. നമ്മൾ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, A+ വാങ്ങിയതിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയതിൻ്റെ സർട്ടിഫിക്കറ്റോ വാങ്ങിയിട്ടല്ല, അതിൽ നമ്മുടെ ജീവിതത്തിൽ ആ പഠിച്ച വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ആരെല്ലാം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അതെല്ലാം മാറ്റിയെടുക്കേണ്ടത്, അവർ വരുന്നത് നമ്മുടെ ജ്ഞാനസമ്പാദ്യത്തെ മാത്രമാണ് അല്ലേ? അപ്പോൾ അവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോഴത്തെ കമ്പനികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന സമയം എന്ന് വെച്ചാൽ 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചോരയുടെ സമ്മർദ്ദം, അതായത് രക്തചംക്രമണം അത്യധികം സ്പീഡിൽ നടക്കുന്നുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഊർജ്ജസ്വലമായിട്ട് ചെയ്യും. അത് കഴിഞ്ഞാലോ 40-45 വയസ്സ് കഴിഞ്ഞാൽ പതുക്കെ ഒരു 50 വയസ്സിനകത്ത് ഇവരെ വീട്ടിലിരുത്താനുള്ള പരിശ്രമങ്ങൾ, അതിനുശേഷം കുറ്റപ്പെടുത്തലും ഉത്തരവാദിത്വ കുറവെല്ലാം കാണിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പല കമ്പനികളും തയ്യാറാവുന്നു എന്നുള്ളതാണ് സത്യം അല്ലേ? അപ്പോൾ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് ഇന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പോലും നമ്മളെ നിലനിർത്തുന്നത്. ആരോഗ്യാവസ്ഥ മാറുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കുന്ന വ്യവസായ മാർഗങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പം ബ്രഹ്മവിദ്യയായ ആ ശാസ്ത്രത്തെ നമ്മൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിലൂടെ നമുക്ക് എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും ആർജിക്കുവാനുള്ള മനോബലം നമുക്ക് കിട്ടും, ബുദ്ധിശക്തി നമുക്ക് കിട്ടും എന്ന് മാത്രമാണ് എനിക്കിവിടെ ഈ നിമിഷത്തിൽ പറയാനുള്ളത്. അപ്പോൾ വിരാതനെ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ, ഒരു പ്രശ്നം ആവുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് അത് നമ്മുടെ ഏകാഗ്രതയെ ബാധിക്കും. അതിലൂടെ നമ്മുടെ അറിവും ഉപഭോഗ എല്ലാം സ്വഭാവത്തെ നിയന്ത്രിക്കും. ഇവിടെ ജ്ഞാനമാണ് സീത എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന തത്വത്തെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ആ സീതയെ, ആ ജ്ഞാനമാകുന്ന സീതയെ വിരാതൻ എന്ന രാക്ഷസൻ
ആക്രമിക്കാൻ, അതിനെ കീഴ്പ്പെടുത്തുവാൻ, അതിനെ തന്നിലേക്കാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ രാമലക്ഷ്മണന്മാർ വധിക്കുന്നത് പോലെ നമ്മുടെ ജ്ഞാനമാകുന്ന സമ്പാദ്യത്തെ ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് രാക്ഷസീയ ഭാവങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. ആ രാക്ഷസീയ ഭാവങ്ങളെ നശിപ്പിക്കേണ്ടത് ബ്രഹ്മവിദ്യയെ നമുക്ക് വിട്ടുകൊടുക്കാതെ ആ ബ്രഹ്മവിദ്യയെ സംരക്ഷിക്കാനുള്ള കരുത്ത് ആർജവും നമുക്കുണ്ടാവണം എന്നതാണ് വിരാതനിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു മഹാവാക്യം അല്ലേ. ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഊർജിതപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. തെറ്റുകൾ കണ്ടാൽ അതിനെ അവിടെ തന്നെ ചോദ്യം ചെയ്യാനുള്ള മനോബലം നമുക്കുണ്ടാവണം. രാക്ഷസീയ സ്വഭാവങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന സമയത്ത് അത് തിരുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അറിവിനെ അതിനനുസരിച്ച് പ്രാവർത്തികമാക്കണം അല്ലേ. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വലിയൊരു ചർച്ച വന്നു, ശ്രീനാരായണ ഗുരുദേവൻ സന്യാസിയാണോ അല്ല വെള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട് അദ്ദേഹം മറ്റു മതത്തിൽപ്പെട്ട ആളാണോ എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ബ്രഹ്മവിദ്യ ശാസ്ത്രങ്ങൾ പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അത് കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ചിത്രീകരിക്കുന്നത് എന്താ വെച്ചാൽ, ശരിയായിരിക്കും, ശ്രീനാരായണ ഗുരുദേവൻ വെള്ള വസ്ത്രമല്ലേ ധരിച്ചിട്ടുള്ളൂ, പിന്നീട് മഞ്ഞ വസ്ത്രമാണ്, കാവ്യ ധരിക്കാത്തതുകൊണ്ട് അദ്ദേഹം സന്യാസിയല്ല എന്നെല്ലാം ചർച്ചകൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അറിവില്ലാത്ത ലോകത്ത് നിന്ന്, അറിവില്ലാത്ത ആൾക്കാരുടെ കൂടെ നിന്ന് അത് നമുക്ക് എന്താ പറയുക, ആ ഒരു കാര്യത്തെ ചർച്ചയിലൂടെ കൊണ്ടുവരുന്നു. എന്നിട്ടോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരുടെ മുന്നിൽ പോലും തർക്കിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് ശരി, അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു മാനവിക ശേഷി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബ്രഹ്മവിദ്യ. അപ്പം അങ്ങനെയുള്ള കാമക്രോധങ്ങളെ നമുക്ക് മാറ്റിയെടുത്ത് ജ്ഞാനവിദ്യ, ബ്രഹ്മവിദ്യ അത് നമുക്ക് സ്വീകരിച്ച് ഉചിതമായിട്ട് നേരെ ഭരതനോട് പറഞ്ഞതുപോലെ നീ ഉചിതമായിട്ട് പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത്, അറിവുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അവർ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് കേൾക്കാതെ മുഖം തിരിച്ചു പോകലല്ല ഒരു രാജാവിൻ്റെ കർത്തവ്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ രാജാക്കന്മാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിരാതനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കണം. ആ ദുർവാസാവിൽ നിന്നും ശാപം കിട്ടിയ വിരാതൻ എന്ന് പറയുന്ന രാക്ഷസൻ വിദ്യാധരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ രാമായണത്തിലെ തത്വത്തെ നമുക്ക് മനസ്സിലാക്കി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ ചുറ്റുമുള്ള രാക്ഷസീയ സ്വഭാവങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയട്ടെ എന്ന് മാത്രം പറയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിരാതനിൽ നിന്നും നമുക്ക് പിന്നീട് പോകുന്നത് മഹാരണ്യപ്രവേശമാണ്. മഹാരണ്യത്തിലേക്ക് പോകുന്നു. മഹാരണ്യത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ശരഭംഗ മന്ദിരപ്രവേശം, ശരഭംഗനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാനനത്തിലെ മുനീശ്വരന്മാരെ കാണുന്നു, സന്യാസിമാരെ കാണുന്നു, ആശ്രമങ്ങളെ കാണുന്നു, സുദീക്ഷണനെ കാണുന്നു. ഇങ്ങനെ ഓരോ വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്ന സമയത്ത് അവിടെ എല്ലാം ഇവരൊക്കെ പഠിക്കാൻ ഓരോ കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതവും. അതേപോലെയാണ് അഗസ്ത്യ മഹർഷിയെ നമുക്ക് ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ അഗസ്ത്യ മഹർഷിയാണ് ശരിക്കും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്, നീ പോയി താമസിക്കേണ്ട സ്ഥലം പഞ്ചവടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരത്തെയും പറഞ്ഞു, അഗസ്ത്യാശ്രമത്തിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അഗസ്ത്യമുനി ആരാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുംഭസംഭവൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തള്ളവരൽ മാത്രം വലുപ്പമുള്ള ആളായിട്ട് ചിലപ്പോൾ ആചാര്യഭാഷണത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെറിയ വ്യക്തിയായിട്ട് ശിവഭഗവാന്റെ പുത്രനായിട്ട് അഗസ്ത്യമുനിയെ നമുക്ക് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തമിഴ് സമ്പ്രദായത്തിലെ ആചാര്യന്മാരെ നമുക്ക് കാണുന്ന സമയത്ത് അഗസ്ത്യമുനിയെ വളരെ ശ്രേഷ്ഠമായിട്ട് കാണാൻ സാധിക്കുന്നു. രാമായണത്തിലും അഗസ്ത്യമുനിയെ നമുക്ക് കാണുന്നുണ്ട്. ആ അഗസ്ത്യാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഔഷധ സസ്യങ്ങളുടെ ഗന്ധം നുകരുവാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചു, ശ്രീരാമ ലക്ഷ്മണ സീതയ്ക്ക് സാധിച്ചു
എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. അഗസ്ത്യാശ്രമത്തിലേക്ക് പോകുന്നു. നമ്മൾ പറയാറുണ്ട് ഉപ്പ് മുളക് തിപ്പലി എന്നൊക്കെ പറഞ്ഞ് ആ തിപ്പലിയുടെ ഗുണം എന്താണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയുന്ന ആൾക്കാർ ഇന്ന് കുറവാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ വനാന്തരങ്ങളിൽ സംരക്ഷിച്ചിരുന്ന ആശ്രമമായിരുന്നു അഗസ്ത്യാശ്രമം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം അഗസ്ത്യ നാഡീ ജ്യോത്സ്യം അല്ലേ. നമ്മുടെ തള്ളവിരലൊന്ന് സ്പർശിച്ചാൽ അവരുടെ നമ്മുടെ തള്ളവിരലൊന്ന് അവരുടെ മുന്നിൽ സ്പർശിച്ചാൽ ആ തള്ളവിരലിൻ്റെ വരകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇതുവരെ സംഭവിച്ചതെന്നും പൂർവികമായിട്ട് എന്താണെന്നും അവർ പറയുന്ന തപസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള തപസ്വിയായ മഹാശ്രേഷ്ഠന്മാർ ഇപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതും കൂടിയാണ് ഈ ഒരു രാമായണ കഥാമാധുര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ അഗസ്ത്യാശ്രമത്തിലേക്ക് പ്രവേശിച്ച ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണ സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അഗസ്ത്യമുനിയെ നമസ്കരിച്ചു. അഗസ്ത്യാശ്രമത്തിൽ അവിടെ എല്ലാ സൗകര്യങ്ങളോടുകൂടി താമസിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആശ്രമത്തിലും എത്ര ദിവസം താമസിച്ചു, എന്തെല്ലാം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവർത്തനങ്ങൾ വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ അഗസ്ത്യമുനിയിൽ നിന്നും എല്ലാ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ അഗസ്ത്യമുനി നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഉപദേശം നൽകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടനവധി അഗസ്ത്യ സ്തുതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അഗസ്ത്യനാണ്, ഞാൻ പിന്നീട് പറയാം, അതിൻ്റെ മന്ത്രം നമുക്ക് അതിൻ്റെ ശക്തമായ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് ശ്രീരാമനെ അനുഗ്രഹിച്ചു വിടുന്നത്. അവിടെ നിന്നുമാണ് പഞ്ചവടിയിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രനെ ജഡായു എന്ന് പറയുന്ന പക്ഷിശ്രേഷ്ഠൻ കാണുന്നത് അല്ലേ. ജഡായു തൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് എന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്. ആ ജഡായു സ്തുതിയെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അതുപോലെ ജഡായു സ്തുതി പറയുന്നതിന് മുമ്പ് ജഡായുവിനെ നമസ്കരിച്ചു പോകുന്ന ശ്രീരാമനെ നമുക്ക് കാണാം. ഇത്രയും വലിയ തൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ പക്ഷിശ്രേഷ്ഠനെ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ജഡായു പാറ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കൊല്ലം ജില്ലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതും അതീവമായ പ്രഭാവത്തോടുകൂടി നമുക്ക് ജഡായു പാറ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ജഡായുവും സമ്പാദിനെയും കുറിച്ച് നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ സാധിക്കും. അപ്പം ജഡായുവിൻ്റെ പുരാവൃത്തത്തെ പറയുന്ന സമയത്ത് ജഡായുവും സമ്പാദിയും കൂടി ഉയർന്നു പറക്കാൻ, സൂര്യനെ നോക്കി പറക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു പറക്കാൻ സാധിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്തെല്ലാം തൻ്റെ അനുജനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന സമ്പാദിയെ നമുക്കൊന്ന് എടുത്ത് കാണിക്കാൻ സാധിക്കും. അവിടെ ഉയർന്ന് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ താപം കൊണ്ട്, ചൂട് കൊണ്ട് എന്ത് സംഭവിച്ചു? ജഡായുവിന് സഹിക്കാൻ പറ്റാതെ ആയി മാറുന്നു. ആ സമയത്ത് ആ ചൂട് തൻ്റെ അനുജന് സാധിക്കരുത്, അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് ജഡായുവിന് ഒരു അപകടവും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചിറകുകൾ മൂടിക്കൊണ്ട് അനുജനെ സംരക്ഷിച്ചപ്പോൾ ആ ചിറകുകൾ കരിഞ്ഞു പോയി. അങ്ങനെ രണ്ട് ചിറകുകളും മറ്റ് സമ്പാദി താഴെ വീഴുന്നു. ജഡായു വേറെ സ്ഥലത്തും സമ്പാദി വേറെ സ്ഥലത്തുമായി പെടുന്നു അല്ലേ. അവിടെ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഡായുവിനെ കണ്ട് നമസ്കാരം പറഞ്ഞ് പഞ്ചവടിയിൽ ചെന്ന് താമസിക്കുന്ന സമയത്ത് ആ പഞ്ചവടിയിലെ ആ ഒരു സൗന്ദര്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വാൽമീകി മഹർഷി കൃത്യമായിട്ട് താളബോധത്തോടുകൂടി ആ ജലകണികകൾ, പുഴ ഒഴുകുന്നത്, നദി ഒഴുകുന്നത്, ജലകണികകളെല്ലാം താളം നമുക്ക് വാൽമീകി രാമായണത്തിൽ ഗഹനമായി പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ജഡായുവിനെ നമുക്ക് ആത്മത്യാഗത്തിൻ്റെ ആൾ രൂപമായ ജഡായു ആയിട്ടാണ്. ആത്മത്യാഗം, സ്വയം തന്നെ ത്യാഗം അനുഭവിച്ച്
ത്യാഗോന്മുഖമായ ജീവിതം കാഴ്ചവെച്ച ജടായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ത്യാഗത്തിലൂടെയാണ് യഥാർത്ഥ സ്നേഹം തെളിയിക്കുന്നത് അല്ലേ? നേരത്തെ നമ്മൾ പറയണ്ടായി, വിരാതവധത്തിലൂടെ നമ്മൾ കണ്ടത് രാക്ഷസീയ സ്വഭാവത്തിലൂടെ ആത്മവിദ്യയെ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ജടായുവിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമുക്ക് ആത്മത്യാഗത്തിൻ്റെ ഒരു ആൾരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജടായുവിനെയും സമ്പാദിയെയും കുറിച്ച് ചെറിയ ഒരു വിശദീകരണമാണ് തന്നത്. അടുത്ത ദിവസം നമുക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. നമസ്കാരം.